കാപ്പയണിഞ്ഞു നിൽക്കും കന്യകമാതാവേ, നിന്നുടെയോമൽ സുതനോടെന്നും പ്രാർത്ഥിച്ചിടണമേ. നീലക്കാപ്പയണിഞ്ഞു നിൽക്കും കന്യകമാതാവേ, നിന്നുടെയോമൽ സുതനോടെന്നും പ്രാർത്ഥിച്ചിടണമേ. നീലക്കാപ്പയണിഞ്ഞു നിൽക്കും കന്യകമാതാവേ, നിന്നുടെയോമൽ സുതനോടെന്നും പ്രാർത്ഥിച്ചിടണമേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. ദൈവപിതാവിൻ പ്രിയമകളായി വാഴും മാതാവേ, ദൈവഹിതം നിറവേറ്റിടുവാനായി കൃപ നീ ചൊരിയണമേ. ദൈവപിതാവിൻ പ്രിയമകളായി വാഴും മാതാവേ, ദൈവഹിതം നിറവേറ്റിടുവാനായി കൃപ നീ ചൊരിയണമേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. പാപത്താലും ഭാരത്താലും തളരും മാനവരിൽ ആശ്വാസത്തിൻ കുളിരേകാനായി യാചിച്ചിടണമേ. പാപത്താലും ഭാരത്താലും തളരും മാനവരിൽ ആശ്വാസത്തിൻ കുളിരേകാനായി യാചിച്ചിടണമേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. കന്യകമാതാവേ, നിർമ്മലമാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാമേശുവിൻ മാതാവേ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാലോമിൻ്റെ നേതൃത്വത്തിൽ 2021 ഒക്ടോബറിൽ നടത്തുന്ന ആഘോഷമായ 10 ദിവസത്തെ കുന്തനമസ്കാരത്തിൻ്റെ അവസാനത്തെ ശുശ്രൂഷയാണല്ലോ നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് നിങ്ങളെ സമർപ്പിച്ച് നിങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ പ്രാർത്ഥനകളും ഇന്നത്തെ ശുശ്രൂഷകളും നമുക്കും ലോകത്തിനും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ചൊല്ലുവാനായി ഒരുപാട് പ്രാർത്ഥനകൾ ലഭ്യമാണ്. ഈ പ്രാർത്ഥനകളിൽ മഹാഭൂരിപക്ഷം പ്രാർത്ഥനകളും
ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട മനുഷ്യർ ഓരോരോ സാഹചര്യത്തിൽ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകളാണ്. എന്നാൽ ചില പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലുവാനായി സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടവയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട ഏതാനും പ്രാർത്ഥനകളെപ്പറ്റി ഞാൻ സൂചിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന യേശു തന്നെ നമ്മളെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. അതൊരു മനുഷ്യനും എഴുതിയുണ്ടാക്കിയതല്ല. കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. രണ്ടാമത് യേശു നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, ഒന്നല്ല 2 പ്രാർത്ഥനകൾ സിസ്റ്റർ ഫൗസ്റ്റീന വഴി നമുക്ക് തന്നതാണ്. കരുണയുടെ ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു എന്ന പ്രാർത്ഥന. ഇതൊരു മനുഷ്യനും എഴുതി ഉണ്ടാക്കിയതല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ഫൗസ്റ്റീന വഴി യേശു നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ്. അതിൻ്റെ തുടർച്ചയായ മറ്റൊരു പ്രാർത്ഥനയും ഫൗസ്റ്റീന വഴി കർത്താവ് നൽകി. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇതും സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട പ്രാർത്ഥനയാണ്. വീണ്ടും ഫാത്തിമയിൽ വെച്ച് നമുക്ക് നൽകപ്പെട്ട 5 പ്രാർത്ഥനകളുണ്ട്. അതിനെപ്പറ്റി ഞാൻ അല്പം കൂടി വിശദമായിട്ട് സംസാരിക്കാം. 1917 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ജസീന്ത, ഫ്രാൻസിസ്കോ, ലൂസി എന്നീ 3 കുട്ടികൾക്ക് അവരുടെ പ്രായം 9 വയസ്സ്, 8 വയസ്സ്, 6 വയസ്സ്. മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അതിന് അവരെ ഒരുക്കുവാനായിട്ട് ഒരു മാലാഖ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ മാലാഖ ആ കുട്ടികൾക്ക് സ്വയം പരിചയപ്പെടുത്തത് ഇങ്ങനെയാണ്: ഞാൻ പോർച്ചുഗലിൻ്റെ കാവൽ മാലാഖയാണ്. ഫാത്തിമ പോർച്ചുഗലിലാണ്. അപ്പോൾ ഞാൻ പോർച്ചുഗലിൻ്റെ കാവൽ മാലാഖയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്നിട്ടൊരു വിശേഷണം കൂടി മാലാഖ അവകാശപ്പെട്ടു: ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്. എന്നിട്ട് മാതാക ഈ കുട്ടികളോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികൾ വീട്ടിലല്ല, പുറത്തെവിടെയാണ്. ഈ 9, 8, 6 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ അവിടെ കൂടിയിരുന്ന് ജപമാല ചൊല്ലുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നമ്മുടെ ഈ പ്രായത്തിലുള്ള 3 കുട്ടികൾ ആടുമേയ്ക്കാൻ പോയിട്ട് അല്ലെ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് പറമ്പെ കുത്തിയിരുന്ന കൊന്തയില്ലെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെയൊക്കെ സങ്കല്പത്തിന് അതീതമായ വിശുദ്ധിയും വിശ്വാസവുമൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ കുഞ്ഞുമക്കൾ അവിടെ ഇരുന്ന് കൊന്തയില്ലത്. ആ കൊന്തപ്രാർത്ഥന അവസാനിച്ച നിമിഷത്തിലാണ് ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ അങ്ങയിൽ ശരണപ്പെടുകയോ അങ്ങയെ സ്നേഹിക്കുകയോ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. രണ്ടും കൂടി ഒന്നിച്ച് വെച്ച് നോക്കണേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയിൽ ശരണപ്പെടാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു.
ഇത് മലാഖ ആ കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലണമെന്ന് അവരെ പഠിപ്പിച്ചു. നിർഭാഗ്യവശാൽ ഈ പ്രാർത്ഥന നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടില്ല. 1916 ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട മലാഖ അവരെ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയും ചൊല്ലണമെന്ന് അവരോട് പറഞ്ഞു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ അഗാധമായി ആരാധിക്കുന്നു. യേശുവിനെ മുറിപ്പെടുത്തുന്ന സകല അക്രമങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും നിസ്സംഗതകൾക്കും പരിഹാരമായി ലോകത്തിലുള്ള എല്ലാ സക്രാരുകളിലും സന്നിഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലപ്പെട്ട തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അമലോത്ഭവ മാതാവിൻ്റെയും മധ്യസ്ഥ വഴി എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. എത്ര വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു പ്രാർത്ഥന എഴുതിയുണ്ടാക്കാൻ പറ്റില്ല. മലാഖ പറഞ്ഞു, ഈ പ്രാർത്ഥനയും നിങ്ങൾ ചൊല്ലണം. തുടർന്ന് പ്രത്യക്ഷപ്പെട്ട മാതാവ് 3 മാസങ്ങളിലായി കുട്ടികളെ 3 പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ആദ്യത്തേത് 1917 മെയ് 13, പിന്നത്തേത് ജൂൺ 13, പിന്നത്തേത് ജൂലൈ 13. ഇപ്പം മെയ് 13 മാതാവ് ഈ 3 പേർക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ പരിശുദ്ധ തുരുത്തമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കാണാതെ പഠിച്ചാൽ വല്ലപ്പോഴൊക്കെ പള്ളി കയറുമ്പോഴും ആരാധനയുടെ സമയത്തുമൊക്കെ നമുക്കും ചെല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. വളരെ ചെറുതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം: ഓ പരിശുദ്ധ തുരുത്തമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മാതാവ് പഠിപ്പിച്ച രണ്ടാമത്തെ പ്രാർത്ഥന ജൂൺ മാസത്തിൽ 13-ാം തീയതിയാണ്. അത് ഇങ്ങനെയാണ്: അവരോട് പറഞ്ഞു, നിങ്ങൾ പരിത്യാഗം ചെയ്ത് അത് കാഴ്ചവെച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ. ഇതാണ് പ്രാർത്ഥന: യേശുവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനായും മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും ഞാൻ ഈ പരിത്യാഗത്തെ കാഴ്ചവെക്കുന്നു. ഞാൻ ആവർത്തിക്കാം: നമ്മൾ ചെയ്യുന്ന ഓരോ പരിത്യാഗത്തെ കാഴ്ചവെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലണം എന്നാണ് മാതാവ് പറഞ്ഞത്. യേശുവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനായും മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും ഞാൻ ഈ പരിത്യാഗത്തെ കാഴ്ചവെക്കുന്നു. ഇനി മാതാവ് പഠിപ്പിച്ച 3-ാമത്തെ പ്രാർത്ഥന 1917 ജൂലൈ 13-ാം തീയതിയാണ്. ആ പ്രാർത്ഥന നമുക്കൊക്കെ കാണാപ്പാടാം. ആ പ്രാർത്ഥന എങ്ങനെയാണ്: ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ. ഇതും മാതാവ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട പ്രാർത്ഥനയാണ്. മാതാവ് പറഞ്ഞു, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ചൊല്ലിക്കഴിയുമ്പോൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലണം. ഏതായാലും മാതാവിൻ്റെ ഈ ഒരു നിർദ്ദേശമെങ്കിലും അംഗീകരിക്കപ്പെട്ടു. മനുഷ്യരുടെ കൊന്തയുടെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥന അവിടെയൊക്കെ ചെല്ലാൻ തുടങ്ങി. അത് ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു. ഇന്ന് മിക്കവാറും ഒരു മനുഷ്യരൊക്കെ കൊന്ത ചെല്ലുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും ചിലപ്പോൾ, എന്നാലും ഇതങ്ങ് ചൊല്ലിപ്പോകുന്നുണ്ട്. ഇനി ആ പ്രാർത്ഥനയുടെ വാക്കുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ വളരെയധികം ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയാണിത്. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഇതാണ്: പാപം, ക്ഷമ,
ദയ, സ്വർഗം, നരകം. ഏറ്റവും പ്രധാനപ്പെട്ട 4-5 വിഷയങ്ങളാണ്: പാപം, ക്ഷമ, ദയ, സ്വർഗം, നരകം. ഇവയെപ്പറ്റി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. മേൽപ്പറഞ്ഞ സ്വർഗത്തിൽ നൽകപ്പെട്ട എല്ലാ പ്രാർത്ഥനയിലും ഞാനൊരു 8 പ്രാർത്ഥനയാണ് ഞങ്ങളെ അവതരിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവേ അടക്കം 8 പ്രാർത്ഥനയാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥന നീക്കി ബാക്കി 7 പ്രാർത്ഥനയും എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്തെല്ലാം ആവർത്തിച്ച് കാണുന്ന ഒരു വിഷയമുണ്ട്: പാപികളുടെ മാനസാന്തരം, നിത്യരക്ഷ. പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഇതെല്ലാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലുണ്ട്: ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഫൗസ്റ്റീനെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട്: നിത്യപിതാവേ, എൻ്റെ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി. ഇത് ഞാൻ സമർപ്പിക്കുന്നു. മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അങ്ങയെ സ്നേഹിക്കാത്തവരൊക്കെ വേണ്ടി, അങ്ങയെ വിശ്വസിക്കാത്തവരൊക്കെ വേണ്ടി, അങ്ങയിൽ ശരണപ്പെടാത്തവരൊക്കെ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാതാവ് പഠിപ്പിച്ച മറ്റു പ്രാർത്ഥന: സകല അക്രമങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും നിസ്സംഗതകൾക്കും പരിഹാരമായി. ഇത് ഞാൻ കാഴ്ചവെക്കുന്നു. അവസാനത്തെ പ്രാർത്ഥനയും: എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അവിടെയും വിഷയം അത് തന്നെ. ഇപ്പം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട മിക്കവാറും എല്ലാ പ്രാർത്ഥനയുടെയും ഒരു മെയിൻ തീം എന്ന് പറയുന്നത് മാനസാന്തരവും ആത്മരക്ഷയും ഒക്കെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ 5ാമത്തെ പ്രാർത്ഥനയെപ്പറ്റി മാത്രം നമുക്ക് അല്പം കൂടി ചിന്തിക്കാം. അതിൻ്റെ ഓരോ ഭാഗം തിരിച്ച് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഓ എൻ്റെ ഈശോയെ. ഓ എൻ്റെ ഈശോയെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ ആരാ? എൻ്റെ ഈശോയാ. ഈശോയ്ക്ക് ഞാൻ ആരാ? ഞാൻ ഈശോയുടെ സ്വന്തമാണ്. അപ്പോൾ ഈശോയും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു അടുപ്പത്തിൻ്റെ, ഒരു ബന്ധത്തിൻ്റെ സൂചന അതവിടെ തരുന്നുണ്ട്. അപ്പോൾ ആ അടുപ്പത്തിൽ നിന്നുകൊണ്ടാണ് ഈശോയെ ഞാൻ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എൻ്റെ ഈശോയെ എന്ന് ഞാൻ വിളിക്കുക. നമ്മളുടെ കൊച്ചു പിള്ളേർ കണ്ടില്ല, അമ്മയെന്ന് വിളിക്കുന്ന പോലെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ യേശുവും ഞാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം അവിടെ പ്രകടമാവുകയാണ്. രണ്ടാമതെന്താ ഈശോയോട് നമ്മൾ പറയുന്നത്? എൻ്റെ ഈശോ എന്ന് വിളിച്ച് ഈശോയുടെ ശ്രദ്ധ ആകർഷിച്ച ശേഷം എന്താ പറയുന്നത്? ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ പാപം ക്ഷമിക്കണമെന്നല്ല, ഞങ്ങളുടെ. ആ ഞങ്ങളുടെ എന്ന് വരുമ്പോൾ ആരൊക്കെ പെടും? ഞാൻ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, എന്നോട് ഏറ്റവും അടുത്ത വ്യക്തികൾ, അവരെയെല്ലാം സമർപ്പിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത് നമ്മൾ പറയുന്നു, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഈ 3 കുട്ടികളെയും നരകത്തിൻ്റെ ദർശനം മാതാവ് കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ആ കുട്ടികൾ അത്രമാത്രം ഭയപ്പെട്ടു. അത്ര ഭീകരമായിരുന്ന ദൃശ്യമെന്ന് നരകത്തിൻ്റെ ദൃശ്യം കണ്ട മറ്റാളുകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സിസ്റ്റർ ഫൗസ്റ്റീന, അമത്രസ്യ, അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ നരകം കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പം ഞാൻ വിചാരിക്കുക, നരകത്തിൻ്റെ ഒരു ദർശനം നമുക്ക് കിട്ടിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലാൻ പോകേണ്ട പ്രാർത്ഥന ഇതായിരിക്കും: നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കാരണം അതിൻ്റെ ഭീകരത കണ്ടാൽ, അവിടെ കിടക്കുന്ന ആത്മാക്കൾ വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിക്കുന്ന കണ്ടാൽ, അവിടെ നിന്ന് രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ ഏത് മനുഷ്യനും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ദൈവമേ നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമെന്നായിരിക്കും. ഒരു പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കുന്നില്ല? നരകത്തിൻ്റെ ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, നരകത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം, മറ്റെന്തുകൊണ്ടുമായിരിക്കാം. ഏതായാലും ഈ കുട്ടികളെ നരകം കാണിച്ച ശേഷമാണ് പറയുന്നത്, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവസാനം പറയുന്നു, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരോട് ക്ഷമിക്കണേ. ആരാണ് ദൈവത്തിൻ്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ? ഏറ്റവും കൂടുതൽ കടമുള്ളവരാണോ? കല്യാണം നടക്കാതെ നിൽക്കുന്നവരാണോ? ജോലി കിട്ടാത്തവരാണോ? രോഗിയായി കിടക്കുന്നവരാണോ? വഴക്കടിച്ച് ജീവിക്കുന്നവരാണോ? മറ്റോരോ പ്രശ്നങ്ങളിൽ കിടന്ന് വിഷമിക്കുന്നവരാണോ? അല്ല, അവരാരുമല്ല ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം ആവശ്യമുള്ളവർ. അവരാരുമല്ല ഏറ്റവും കൂടുതൽ കരുണ ആവശ്യമുള്ളവർ. അവർക്കൊക്കെ ദൈവാനുഗ്രഹവും കരുണയും ആവശ്യമാണ്.
പക്ഷേ ഏറ്റവും കൂടുതൽ കരുണ, ഏറ്റവും കൂടുതൽ ദൈവകൃപ ആവശ്യമുള്ളത് അനുതാപമില്ലാതെ, പശ്ചാത്താപമില്ലാതെ, പാപത്തോടുകൂടി നരകത്തിൽ പോകാൻ പറ്റിയ അവസ്ഥയിൽ മരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ധാരാളം പേര് മരിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചു പോയവരെയാണ് നരകത്തിൽ അവരൊക്കെ കണ്ടത്. അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഈശോ അന്ത്യവിധിയെപ്പറ്റി പറയുമ്പോഴൊക്കെ പറഞ്ഞത്. അപ്പോൾ നരകത്തിൽ പോകാൻ പറ്റുന്ന അവസ്ഥയിൽ, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ, പാപാവസ്ഥയിൽ മനസാന്തരമില്ലാതെ, അനുതാപമില്ലാതെ മരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവർ. അപ്പം അവരെയും കൂടെ സമർപ്പിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അവിടുത്തെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. അപ്പം നമ്മൾ ചെല്ലുന്ന ആ പ്രാർത്ഥന സർവ്വം മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. സർവ്വ മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവസാനം പറയുന്നു, അവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അപ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നുവെന്നല്ല അർത്ഥം. ഒരാൾ കൂട്ടിക്കൊണ്ട് പോയാലേ അവിടെ കയറാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ടെങ്കിലേ ഒരാൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റൂ. കാരണം ദൈവം നമ്മളെ അങ്ങോട്ട് ആനയിക്കുക, അഥവാ പരിശുദ്ധ മാതാവ് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് സർവ്വ മനുഷ്യരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഞാൻ ഇടിച്ചു കയറി ഞാൻ നേടിയെടുത്ത ആനക്കാര്യമാണ് സ്വർഗരാജ്യം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് നമ്മൾ ശ്രമിക്കണം. പക്ഷേ അതേസമയം ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കടങ്ങൾ ഇളച്ചത് നമ്മളെ വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്നുകൂടി നമ്മൾ ആവർത്തിച്ച് ദൈവസന്നിധിയിൽ സമ്മതിക്കുക. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന ജപമാലയുടെ ഓരോ രഹസ്യത്തിനും ചൊല്ലണമെന്ന് മാതാവ് ആവർത്തിച്ച് എത്രയോ അർത്ഥപൂർണമാണെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശാലോം ഈ വർഷവും ഒരു ജപമാല യുദ്ധം നടത്തുകയായിരുന്നു. അതിന് ലോകത്തിലുള്ള എല്ലാവരോടും ജപമാലയിൽ സമർപ്പിക്കാൻ ചോദിച്ചു. ലക്ഷക്കണക്കിന് ജപമാലകൾ സമർപ്പിക്കപ്പെട്ടു. അതിന് 5 നിയോഗങ്ങളും നമ്മൾ സമർപ്പിച്ചിരുന്നു. ഈ ജപമാലകൾ ഈ താഴെ പറയുന്ന 5 പ്രധാന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ചൊല്ലണം. 31-ാം തീയതി നമ്മൾ മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുമെന്ന്. ആ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വിശുദ്ധീകരണം ഒന്നുമില്ലാതെ. ഒന്നാമത്തത് കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ഇന്ന് ഏറ്റവും ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാം. 2 സഭയുടെ ശക്തീകരണം, അതും ആവശ്യമുള്ള കാര്യമെന്ന് നമുക്കറിയാം. 3 മഹാമാരിയിൽ നിന്നുള്ള സംരക്ഷണം. 4-മത്തത് ലോക സമാധാനം. 5-മത്തത് ആത്മരക്ഷ. അതിൻ്റെ മുൻഗണനാക്രമത്തിലല്ല ഞാൻ പറഞ്ഞത്, ഒരു ഓർഡറിൽ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബവിശുദ്ധീകരണമല്ല, സഭയുടെ ശക്തീകരണമല്ല, മഹാമാരിയല്ല, ലോകസമാധാനമല്ല, ആത്മരക്ഷയാണ്. കാരണം ആത്മാക്കൾ സ്വർഗത്തിലെത്തുക, നരകത്തിൽ രക്ഷിക്കപ്പെടുക, അതിന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അത് താഴെയേ ബാക്കിയൊക്കെയുള്ളൂ. അതുകൊണ്ട് ഈ രഹസ്യങ്ങളെല്ലാം, ഈ നിയോഗങ്ങളെല്ലാം നമ്മളിന്ന് സമർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ 31-ാമത്തെ ദിവസം അഥവാ 10-ാമത്തെ ഈ ദിവസം നമ്മളിപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച് എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് 5 നിയോഗങ്ങളും അതിൽ തന്നെ ആത്മരക്ഷയും സമർപ്പിച്ച് ജപമാല ചൊല്ലാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരുക്കാം. മാതാവ് പറഞ്ഞു, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് ജപമാല ചൊല്ലണം. ആ ജപമാലയുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന ആവർത്തിക്കുക. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ബന്ധുമിത്രാദികൾക്കിടയിൽ, നമ്മൾ അറിയുന്നവരുടെ ഇടയിൽ ഈ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള ആരുടെയെങ്കിലും പേര് മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. ഉണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ചെറിയ വാക്കുകളോടുകൂടി നമുക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയും ജപമാലയും അതിൻ്റെ അവസാനം ജപമാല സമർപ്പണത്തിലേക്കും കടക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കട്ടെ, നമ്മളോടൊപ്പമായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, റോസറി വാർ 2021
അവസാന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരത്തിലൂടെ പങ്കെടുത്ത് ആരാധനയിൽ പങ്കെടുത്ത് സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അനുഗ്രഹത്തിൻ്റെ ഈ സമയങ്ങളെ വലിയ ഗൗരവത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദിവ്യകാരുണ്യനാഥനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സ്വീകരിക്കാൻ, വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങൾ കാണാൻ, നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കാൻ കർത്താവായ യേശു ദിവ്യകാരുണ്യനാഥൻ കടന്നു വരാൻ പോവുകയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. അവിടുന്ന് നിന്റെ ഹൃദയത്തിൽ പ്രകാശം പകരും. അടഞ്ഞ വഴികൾ അവിടുന്ന് തുറന്നു തരും. കഴിഞ്ഞ 31 ദിവസം കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, ലക്ഷക്കണക്കിന് ജപമാലയിലൂടെ. അത് കേൾക്കുന്ന കർത്താവ്, അത് സ്വീകരിച്ച കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകത്തെയും എല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വരുന്ന മനോഹരമായ മണിക്കൂർ. വലിയ ആദരവോടെ, ഭയഭക്തി ബഹുമാനത്തോടെ ദിവ്യകാരുണ്യനാഥന് നമ്മുടെ ഭവനത്തിൻ്റെ പ്രഥമ സ്ഥാനം കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമുഖ സ്ഥാനം കൊടുക്കാം. എൻ്റെ ദൈവമേ, അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ സ്വന്തമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, ഈ മനോഹരമായ മണിക്കൂറിൽ, അത്ഭുതത്തിൻ്റെ ഈ മണിക്കൂറിൽ, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ മണിക്കൂറിൽ കർത്താവെ, അവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് രക്ഷകനായി കടന്നു വരണമേ. എൻ്റെ കുടുംബത്തിലേക്ക് സൗഖ്യമായി കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായി കടന്നു വരണമേ. എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമായി എൻ്റെ കർത്താവെ കടന്നു വരണമേ. ഹൃദയം കൊണ്ട് കരങ്ങൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കെല്ലാം ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്വീകരിക്കാം. ഈശോ, എൻ്റെ ഈശോ, എൻ്റെ നാഥ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എന്നെ അനുഗ്രഹിക്കാൻ, എൻ്റെ ഭവനത്തെ ആശ്രവദിക്കാൻ, തിരുസഭയെ അനുഗ്രഹിക്കാൻ, ലോകത്തെ അനുഗ്രഹിക്കാൻ, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ, ലോകത്തിന് സമാധാനം പകരാൻ, ആത്മാക്കളെ രക്ഷിക്കാൻ ദിവ്യനാഥ അവിടുന്ന് ഇപ്പോൾ എഴുന്നള്ളി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വരം താഴ്ത്തി നമുക്ക് സ്തുതിച്ചവനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ.
അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോസറി വാറിൻ്റെ ഈ 31-ാം ദിവസത്തെ ജപമാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല കരങ്ങളിലേന്തി നമ്മളൊരു പോരാട്ടത്തിലാണ് ഈ ദിനങ്ങളിൽ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ സമാപന ദിനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ലോകമെങ്ങുമുള്ള എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. തിരുസഭയെ പ്രത്യേകമായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. സഭയുടെ നവീകരണവും ശക്തീകരണവും നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടെ. ലോക സമാധാനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ലോകം രക്ഷപ്രാപിക്കുവാൻ, മനുഷ്യകുലം രക്ഷപ്രാപിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഏറ്റവും പ്രധാനമായി സ്വർഗമേറെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയായ പാപികളുടെ മാനസാന്തരത്തിനായി, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈ സമാപന ദിനത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകമെങ്ങും ഉള്ള എല്ലാ മനുഷ്യരെയും പരിശുദ്ധ അമ്മയോട് മുൻപിലേക്ക് കൊണ്ടുവരാം. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കുവാനായി അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ജപമാല സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയിർപ്പിനു ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിരിക്കുമ്പോൾ സിഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. 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 ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, 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 ആവേ മരിയ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനുമാതാവേ, രക്ഷകനൂരിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദേവ
രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ശ്രീകന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും ആന്തര്യവും ശരണവും സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. മാലാകന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, ദൈവമാതാവിനോട് ചേർന്ന്, നമ്മുടെ കാവൽ മാലാകന്മാരോട് ചേർന്ന്, നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന സർവശക്തനായ കർത്താവിനെ നമുക്കെല്ലാം പറഞ്ഞ നിമിഷങ്ങളിൽ ആരാധിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങളിൽ ഇപ്രകാരം വചനം പറയുകയാണ്. കർത്താവ് പറയുകയാണ്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന, നമ്മുടെ ആരാധനകളിൽ വസിക്കുന്ന കർത്താവായ യേശു
അവിടുന്നാണ് രക്ഷകൻ, അവിടുന്നാണ് ഏക സത്യദൈവം. അവിടുന്നല്ലാതെ ഒരു ദൈവമില്ല, അവിടുന്നല്ലാതെ ഒരു രക്ഷകനില്ല, അവിടുന്നല്ലാതെ നമുക്ക് ആശ്രയിക്കാൻ മറ്റൊരു ദൈവമില്ല. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ രണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ജീവന്റെ നാഥന്റെ മുമ്പിലേക്ക്, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് എല്ലാം മറന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സർവശക്തനായവനെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്റെ കർത്താവെ ആരാധിക്കുന്നു, എന്റെ ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, എന്റെ ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, എന്റെ ദൈവമേ ആരാധിക്കുന്നു. യേശുവേ, 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 എന്റെ കർത്താവേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്റെ രക്ഷക. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല, അങ്ങല്ലാതെ മറ്റൊരു രക്ഷകരില്ല, അവിടുന്ന് മാത്രം രക്ഷ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന, ഒരുമിച്ച് എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധിക്കാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നമ്മുടെ ഭവനത്തിൽ കർത്താവിനെ ആരാധിക്കാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധിക്കാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കഴിഞ്ഞൊരു മാസം മുഴുവൻ റോസറി വാറിലൂടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിന് 32-ാം തിരുവചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവെ, ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കാൻ, സർവ്വ കുടുംബവും രക്ഷ പ്രാപിക്കാൻ, കർത്താവായ യേശുവെ അങ്ങിൽ വിശ്വസിക്കാനുള്ള കൃപ ലോകത്തിന് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്കുള്ള ഏക വഴി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ്. എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും അങ്ങേ വിശ്വസിക്കുന്നു. കർത്താവ്, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വ കുടുംബങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഭവനങ്ങളിലേക്കും അവിടുന്ന് കടന്നു ചെല്ലണമേ, എല്ലാ കുടുംബജീവിതങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മയിൽ നിന്ന്, തിന്മയുടെ കെണികളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് രക്ഷിക്കണമേ. കർത്താവെ, കൊച്ചു കുട്ടികളെ അനുഗ്രഹിക്കണമേ, യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ, ദമ്പതികളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഓരോ കുടുംബവും കർത്താവെ അവിടുത്തെ ഭവനമായി വരട്ടെ. ഓരോ കുടുംബത്തിലും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും.
വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഒത്തിരി സന്തോഷത്തോടെയും വലിയ അഭിമാനത്തോടെയും കർത്താവെ അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയെ പ്രതി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയിൽ ഞങ്ങൾക്ക് അംഗത്വം നൽകിയതിനെ പ്രതി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, തിരുസഭയെ പ്രതി കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ കർത്താവെ, തിരുസഭയുടെ ശിരസ് അവിടുന്നാണല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശുവാണ് തിരുസഭയുടെ ശിരസ്. ഓ കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ ശിരസ്. തിരുസഭയുടെ ശിരസ് അവിടുന്നാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസഭയുടെ മേൽ കർത്താവെ അവിടുത്തെ ഉന്നതമായ വിജയം വരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ കെണികളിൽ നിന്നും കർത്താവെ തിരുസഭയെ അവിടുന്ന് സംരക്ഷിക്കണമേ. ലോകത്തിന് മേൽ വലിയ ആധിപത്യം നൽകി തിരുസഭയെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സഭാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുസഭയെ പ്രതി കർത്താവെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. തിരുസഭയെ പ്രതി കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, തിരുസഭയെ പ്രതി കർത്താവെ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, തിരുസഭയെ പ്രതി ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. തിരുസഭയെ പ്രതി ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവേ, ബലപ്പെടുത്തണമേ, പുതിയ അഭിഷേകം പകരണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. 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 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ഞാൻ അവരുടെ മിഴികളിൽ നിന്നും മിഴിനീർ തുടച്ചു മാറ്റും. അവർ എൻ്റെ ജനമായിരിക്കും, ഞാൻ അവരുടെ ദൈവമായിരിക്കും. കർത്താവേ, ഞങ്ങളിപ്പോൾ അങ്ങേ ആരാധിക്കുമ്പോൾ എൻ്റെ കർത്താവേ, ലോകം മുഴുവനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പകർച്ചവ്യാധിയിൽപ്പെട്ട് മഹാമാരിയിൽപ്പെട്ട് രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന അവിടുത്തെ മക്കൾ, കർത്താവെ, അവിടുത്തെ ജനം വല്ലാതെ ക്ലേശത്തിലൂടെയാണ് ഈ നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നാകെ കർത്താവെ കടന്നു വരുന്ന രോഗപീഠകളും ദുഃഖ ദുരിതങ്ങളും മഹാമാരികളും എല്ലാം കർത്താവെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ വല്ലാതെ കർത്താവെ ഈ നാളുകളിൽ തളർത്തിയിട്ടുണ്ട്. കർത്താവെ, പല കുടുംബങ്ങളും വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നു. ഈശോ കർത്താവെ, ഒത്തിരി മക്കള് രോഗത്തിന് അടിമപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമേ, ആരുമില്ലാതെ കർത്താവെ നട്ടം തിരിയുന്ന അനേക ജീവിതങ്ങള് ഈ നാളുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. കർത്താവെ, ഒരായുസ് മുഴുവനും പണിയെടുത്ത് അധ്വാനിച്ചത് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ തീരാ ദുഃഖത്തിൽ കർത്താവെ അനേകർ അകപ്പെട്ടിരിക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിനു വേണ്ടി അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി വല്ലാത്ത ക്ലേശങ്ങളിലൂടെ ഭയത്തിലൂടെ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന പകർച്ചവ്യാധികൾക്ക് അടിമപ്പെട്ടു പോയ എല്ലാ മക്കൾക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവിടുന്ന് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവേ കനിയണമേ, ആബാ 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 പിതാവേ കനിയണമേ. ദിവ്യകാരുണ്യനാഥ, ലോകരാജ്യങ്ങളെ ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവിടുന്ന് അധികാരിയായി കടന്നു വരണമേ. എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവേ അങ്ങയുടെ ദൈവരാജ്യത്തിന്റെ ശക്തി അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സമാധാനമില്ലാതെ കഴിയുന്ന അലയുന്ന അവിടുത്തെ മക്കളിലേക്ക് സമാധാനം അവിടുന്ന് അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ലോകം മുഴുവനെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങ് മാത്രമാണ് ലോകത്തിന്റെ നിയന്താവ്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവ്, രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞ് ഈശോയെ വീണ്ടും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിന്റെ രാജാവേ, അങ്ങ് എഴുന്നള്ളി വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യം വരേണം, നിന്റെ സ്നേഹം വരേണം, യേശുവേ, നിന്റെ രാജ്യം വരേണം, നിന്റെ സ്നേഹം വരേണം, നിന്റെ രാജ്യം വരേണം, ഓ യേശുവേ, നിന്റെ സ്നേഹം വരേണം. ഈ ആത്മീയ യുദ്ധത്തിലൂടെ നാം പ്രാർത്ഥിച്ച അരക്കോടിയോളം ജപമാലകൾ ദൈവമാതാവ് വഴിയായി ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജപമാലകൾ മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഫാത്തിമയിലൂടെ നമ്മൾക്ക് നൽകപ്പെട്ട പ്രാർത്ഥനകൾ നമുക്കൊരു തവണ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിലൊരു പ്രാർത്ഥന മാത്രമേ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മൾ ചൊല്ലാറുമുള്ളൂ. ബാക്കി പ്രാർത്ഥനകളെല്ലാം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും പാപമോചനത്തിനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഞാൻ ചൊല്ലി തരുമ്പോൾ ആ നല്ല നിയോഗത്തോടു കൂടി ആത്മരക്ഷ എന്ന നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ വിശ്വസിക്കുകയോ അങ്ങയെ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ അങ്ങയിൽ ശരണപ്പെടുകയോ അങ്ങയെ ശരണപ്പെടുകയോ അങ്ങയെ സ്നേഹിക്കുകയോ അങ്ങയെ സ്നേഹിക്കുകയോ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ അഗാധമായി ആരാധിക്കുന്നു. യേശുവിനെ മുറിപ്പെടുത്തുന്ന സകല അക്രമങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും നിസ്സംഗതകൾക്കും പരിഹാരമായി ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും സന്നിഹിതനായിരിക്കുന്ന
പരിശുദ്ധനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും വിലപ്പെട്ട തിരുശരീരവും തിരുശരീരവും തിരുരക്തവും തിരുരക്തവും ആത്മാവും ആത്മാവും ദൈവത്വവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും ഈശോയുടെ ഹൃദയത്തിന്റെയും അമലോത്ഭവ മാതാവിന്റെയും മധ്യസ്ഥത വഴി എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ത്രിത്വമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മാതാവിന്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്റെ പരിത്യാഗങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാദത്തെങ്കിൽ നമ്മൾ സമർപ്പിച്ച അനേക ലക്ഷം ജപമാലകൾ ഇപ്പോൾ ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ മാതാവെ വിവിധ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ അവ സമർപ്പിച്ചു. അതിനു പുറമെ ഈ ജപമാല സമർപ്പിച്ചവർക്ക് അവരുടേതായ നിയോഗങ്ങളും ഉണ്ടായിരുന്നു. ഞാനിത് ചെയ്യുന്നതിലൂടെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലുമൊക്കെ ചില അനുഗ്രഹങ്ങൾ, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ പൊതുവായ 5 നിയോഗങ്ങളും ഒരിക്കൽ കൂടെ അമ്മയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, സഭയുടെ ശക്തീകരണം, ലോകസമാധാനം, പകർച്ചവ്യാധിയിൽ നിന്നുള്ള മോചനം, എല്ലാറ്റിലുപരി ആത്മാക്കളുടെ രക്ഷ. അതോട് ചേർന്ന് ഓരോ പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കൂടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതാവെ ഇതെല്ലാം അമ്മ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത കൂടി ഞങ്ങൾ അർപ്പിച്ച ജപമാലയോട് കൂടി ചേരുമ്പോൾ അത് ദൈവസന്നിധിയിൽ വലിയൊരു ശക്തിയാകുമെന്ന്, ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ അമ്മയോട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അമ്മേ മാതാവേ, ഈ ജപമാല യുദ്ധത്തിൽ പങ്കുചേർന്ന ലോകമെമ്പാടുമുള്ള സർവ്വ സഹോദരി സഹോദരന്മാരെയും ആത്മന ഞങ്ങളോട് ചേർത്തുകൊണ്ട് ഈ അൾത്താരയ്ക്ക് ചുറ്റും നിർത്തിക്കൊണ്ട്, ശാലോം കുടുംബാംഗങ്ങളെ മുഴുവൻ ഈ അൾത്താരയ്ക്ക് ചുറ്റും നിർത്തിക്കൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചത് അമ്മയുടെ കാൽച്ചുവട്ടിലുള്ള ജപമാലകളെ അമ്മ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് എവിടെ അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് നമ്മുടേതായ വാക്കുകളിൽ തന്നെ ഈ ജപമാലകൾ നമുക്ക് മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക, നിങ്ങളിപ്പോൾ ഈ ദേവാലയത്തിലുണ്ട്, ആത്മന ഈ അൾത്താരയ്ക്ക് ചുറ്റുമുണ്ട്, ഈശോയുടെ ചുറ്റും നിങ്ങൾ ഓരോരുത്തരുമുണ്ടെന്ന് വിശ്വസിക്കുക. ആത്മന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയുമാണ്. നിങ്ങളൊന്ന് ചേർന്ന് ഈ ജപമാലകൾ സമർപ്പിക്കാം. നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളും കൂടി ഏറ്റു ചൊല്ലാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ സ്വരത്തിൽ തന്നെ ഈ ജപമാലകളെ പരിശുദ്ധ മാതാവ് വഴി ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് അമ്മയും മധ്യസ്ഥയുമായി പരിശുദ്ധ ദൈവമാതാവിനെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവ് വഴി ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ആത്മരക്ഷയ്ക്ക് വേണ്ടി അമ്മ ദാഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അർപ്പിച്ച ജപമാലകളെ അമ്മ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ശാലോം കുടുംബാംഗങ്ങളും ഈ ജപമാല യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും സമർപ്പിച്ച എല്ലാ ജപമാലകളും ഓ പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും സർവോപരി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും കാഴ്ചവെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ അമ്മയായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്നഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. യേശുവിൻ അമ്മയായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്നഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ഈശോ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, നന്ദി. ഹല്ലേലൂയ 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 കർത്താവേ, ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ നന്ദി ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.